പണ്ടത്തെ കാലഘട്ടത്തിൽ 20 രൂപയ്ക്ക് എവിടെ ചോറ് കിട്ടുന്നു? എല്ലാ ഐറ്റംസും ഉണ്ട്. ഉപ്പേരി ഉണ്ട്, അച്ചാറുണ്ട്, സാമ്പാർ, മോര് എല്ലാം ഉണ്ട്. ഇത് പോരെ മനുഷ്യന് ഒരു നേരം ഊണ് കഴിക്കാൻ. ചേച്ചി വരെ ഭക്ഷണമൊക്കെ അടിപൊളിയായിട്ടുള്ളൂ. അപ്പൊ എല്ലാവർക്കും താങ്ക്സ്. നമസ്കാരം, ഏവർക്കും വണ്ടർഫുൾ സ്വാഗതം. ഞാൻ അബു. അപ്പം നമ്മളിന്ന് പാലക്കാട് ഒരു ഊണിൻ്റെ വിശേഷങ്ങളായിട്ട് വന്നിരിക്കുന്നത്. പുറകിൽ കാണാം 20 രൂപയ്ക്ക് ഉച്ചയൂണ്. അപ്പോൾ ഇത് നടത്തിക്കൊണ്ട് പോകുന്നത് കേരള ഗവൺമെൻറ് അണ്ടറിലുള്ള ഒരു കുടുംബശ്രീ യൂണിറ്റാണ്. കഫേശ്രീ എന്ന് പറയുന്ന ജനകീയ ഒരു സംരംഭമാണ്. അപ്പോൾ ഈ കൊറോണ കാലത്ത് 20 രൂപയ്ക്ക് ഊണ് കിട്ടുക എന്ന് പറയുന്നത് ഒരു വലിയൊരു സംഭവമാണ്. അപ്പോൾ നമുക്ക് നേരെ കഫേശ്രീയുടെ വിശേഷങ്ങളിലേക്ക് പോകും. പാലക്കാട് മുനിസിപ്പാലിറ്റി കീഴിലുള്ള കഫേശ്രീ എന്ന കുടുംബശ്രീ സംരംഭത്തിൻ്റെ ഭാഗമായിട്ടുള്ള ജനകീയ ഹോട്ടലാണ്. ഇന്ന് മുനിസിപ്പാലിറ്റിയിൽ പാലക്കാട് ടൗണിൽ ഹൃദയഭാഗത്ത് KSRTCന് മുന്നിലാണ് ഈ സ്ഥാപനം നിലനിൽക്കുന്നത്. ഇവിടെ വരുന്ന എല്ലാവർക്കും ഉച്ചഭക്ഷണം വെറും 20 രൂപയ്ക്കാണ് ഇവിടെ കൊടുക്കുന്നത്. ഇവിടെ ഞങ്ങൾ 20 രൂപയ്ക്ക് ഒരു സാമ്പാർ, മോര്, ചെറിയ പപ്പടം, അച്ചാർ, പിന്നെ ചോറ്. അത് സെക്കൻഡ് പ്രാവശ്യമൊന്നും പൈസ മേടിക്കില്ല. മൊത്തമായിട്ട് ഞങ്ങൾ വയറ് നിറയുന്നവരെ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇവിടെ ബീഫ് ഫ്രൈ, മീൻ പൊരിച്ചതുണ്ടാവും, പിന്നെ ചില്ലി ചിക്കൻ, പിന്നെ ബിരിയാണി, ചപ്പാത്തി, പൊറോട്ട, അങ്ങനെയുള്ള ഐറ്റംസാണ്. വർക്കിംഗ് അവേഴ്സ് ഇപ്പം ഞങ്ങൾ ഊണോടുകൂടിയാണ് തുടങ്ങുന്നത്. കാരണം ഒരു 11:30 മണിക്ക് ഊണെല്ലാം റെഡിയാവും. 11:30 മണിക്ക് തുടങ്ങിയ ശേഷം ചില സമയത്ത് തിരക്കുണ്ടെങ്കിൽ ഒരു 2-2:30 ആകുമ്പോഴേക്ക് ഊണ് കഴിയും. ചില സമയത്ത് 3:30 എന്ന ലെവലിലൊക്കെ ഞങ്ങൾ കൊടുക്കാറുണ്ട്. വൈകുന്നേരങ്ങളിൽ റോസ്റ്റ് ഉണ്ടാവും, ഊത്തപ്പം ഉണ്ടാവും, പിന്നെ ചപ്പാത്തി, പൊറോട്ട, ബിരിയാണി, പിന്നെ ഞങ്ങളുടെ സ്പെഷ്യലായിട്ട് കിഴി പൊറോട്ട എന്ന് പറയുന്ന പൊറോട്ടയുണ്ട്. അത് കുടുംബശ്രീയുടെ കഫേശ്രീയുടെ സ്പെഷ്യലാണ് കിഴി പൊറോട്ട. പിന്നെ കൊത്തു പൊറോട്ട, അങ്ങനത്തെ ഉള്ള ഐറ്റംസൊക്കെ ഉണ്ട്. എൻ്റെ പേര് ലൈല. ഞാൻ മെയിൻ ഇവിടെ ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണി, ചില്ലി ചിക്കൻ, ബീഫ് ഫ്രൈ, അങ്ങനത്തെ ഐറ്റംസ് ആണ് ഞാൻ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നത്. അതിൻ്റെ ആളാണ് ഞാൻ. അങ്ങനെയല്ല, ഇവര് വെജിറ്റേറിയൻ, ഞാൻ നോണെന്ന് മാത്രം. ഓരോന്നിനും ഓരോരു സ്പെഷ്യലിസ്റ്റ് ഉണ്ടാവില്ല. അയ്യോ, അങ്ങനെയൊന്നുമില്ല. ഞങ്ങളുടെ സ്റ്റാഫ് എല്ലാവരും ഉണ്ടാക്കും. നോൺ മാത്രം, ബിരിയാണിന്റെ ഐറ്റംസ് മാത്രമേ ഞാനുള്ളൂ. ബാക്കി എല്ലാവരും. അപ്പൊ ഭക്ഷണം കഴിക്കുന്നവരെല്ലാരും ഈ മുഖം ഒന്ന് ആലോചിച്ചു. അയ്യോ, ഇവരിവിടെ ഓൾറെഡി മുട്ടയൊക്കെ നല്ലപോലെ കലക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ ഓംലെറ്റിനുള്ളത് ഓരോ കരണ്ടി എടുത്ത് ഇട്ടിട്ടാണ് ഓംലെറ്റ് ഇവിടെ സെറ്റാക്കുന്നത്. ചൂടാ ചോറ്റിൽ കഴിച്ചിട്ട് സൂപ്പറായിരിക്കും. പിന്നെയും വരാൻ തോന്നും ഞങ്ങളെ ക്യാൻറ്റീനിൽ തേടിയിട്ട്. ഇതിനകത്ത് 10 സ്ത്രീകൾക്ക് നമ്മൾ ജോലി കൊടുക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് കേട്ടു, ഇവർക്ക് ചില സമയത്ത് അവർക്ക് പോലും കഴിക്കാൻ ഭക്ഷണം കിട്ടാൻ. അതെ. ഇതാ ഇന്നത്തെ ഇപ്പോൾ അവസ്ഥ ആലോചിച്ച് നോക്കി. ഇന്ന് ഭക്ഷണം ഇല്ല അവർക്ക്. കാരണം ഇന്ന് പൊറോട്ടയും ഒക്കെ കഴിക്കേണ്ടി വരും. ഊണ് കഴിഞ്ഞു. അങ്ങനെ ഒരു സിറ്റുവേഷൻ ചില സമയങ്ങളിൽ വരാറുണ്ട്. ബീഫ് ഫ്രൈ ഇന്നത്തെ തന്നെ തീരും. ചിലപ്പോൾ ഞങ്ങൾക്ക് കഴിക്കാനും കൂടെ ഉണ്ടാവില്ല. അതന്നെ പ്രൈസ് തന്നെ. നമ്മൾ ചെറിയ എമൗണ്ട് ആണ്, വയറ് നിറയെ ഭക്ഷണം കഴിക്കുക,
അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഇത്. ഞങ്ങൾക്ക് അതാണ് ചെറിയ കാശിന് കൂടുതൽ നല്ല ഭക്ഷണം കൊടുക്കുന്നതുകൊണ്ടാണ്. അത് ഈ കോവിഡ് കാലത്ത് പാവപ്പെട്ടവർക്ക് 20 രൂപയ്ക്ക് ഭക്ഷണം പറയുമ്പോൾ എല്ലാവർക്കും അത് വലിയ കാര്യമല്ലേ. എല്ലാവർക്കും ഇപ്പൊ പൈസ ഉണ്ടായിന്ന് വരില്ലല്ലോ. അതുകൊണ്ട് ഈ 20 രൂപയ്ക്കുള്ള ഭക്ഷണം വയറ് നിറയെ കഴിച്ചിട്ട് അവര് നല്ല ഇതിൽ സന്തോഷത്തിൽ പോകും. അതാണ് ഇവിടുത്തെ പ്രത്യേകത. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഭക്ഷണം കിട്ടാതെ. എന്നാലും ഞങ്ങൾക്ക് ഇല്ലെങ്കിലും വയറ് നിറയെ കൊടുക്കുന്നുണ്ടല്ലോ എന്നുള്ള സംതൃപ്തിയാണ് ഞങ്ങൾക്ക്. അതന്നെയാണ് വലുത്. എന്തൊക്കെയുണ്ട് ബിരിയാണി? ബിരിയാണി ബീഫ് ചിക്കൻ, പിന്നെ ബിരിയാണി റൈസ് കൊടുക്കും. മട്ടൻ ഇല്ല? മട്ടൻ ഇല്ല. മട്ടൻ ഓർഡർ വരുമ്പോ മട്ടൻ ഉണ്ടായിരിക്കും. ബിരിയാണിക്ക് എന്താ റേറ്റ്? ബിരിയാണി ചിക്കൻ ബിരിയാണി 90. റൈസില് ചിക്കൻ ഇട്ടിട്ട് റൈസിൽ ചിക്കൻ ഇട്ടു. ഏകദേശം ഞങ്ങളൊരു ഇപ്പം ഒരു 300-400 പേരുടെ അകത്താണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്. പക്ഷേ വീണ്ടും ആളുകൾ കൂടി വരികയാണ്. നിങ്ങൾ സ്ഥിരമായിട്ട് വരാറുള്ളൂ? എങ്ങനെയുണ്ട് പേര്? എൻ്റെ ഒരു ഷാബുദ്ദീൻ. ഷാബുദ്ദീൻ. എവിടെ? പാലക്കാട് തന്നെയാണ്? നാശേരി. ടൗൺ പെർമിറ്റ് വണ്ടി. ഓക്കെ. ഓട്ടോ ആണോ? ഓട്ടോ. സ്ഥിരമായിട്ട് ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുന്നതാണല്ലേ? എങ്ങനെയാണ് ഭക്ഷണത്തിന്റെ അഭിപ്രായം എന്താ? കുഴപ്പമില്ല. 20 രൂപയുടെ ഭക്ഷണമാണ്. അതിന്റെ മെച്ചം തന്നെയാണ്. ഭക്ഷണത്തിന് ടേസ്റ്റിനൊന്നും ഒരു കുറവില്ല. ഇല്ല അതൊന്നും അല്ലേ? ഏട്ടാ, കഫേ സ്ട്രീറ്റിന്റെ അഭിപ്രായം എന്താണ് നിങ്ങൾക്ക്? കുഴപ്പമില്ല. ഭക്ഷണം കൊടുക്കുന്ന കാശിനേക്കാളും നല്ല ഭക്ഷണമാണല്ലോ. 20 രൂപ എന്ന് പറഞ്ഞിട്ട് ഭക്ഷണത്തിന് എന്തെങ്കിലും കുറവുകളോ അങ്ങനെ എന്തെങ്കിലും? യാതൊരു ഒരു കുറവില്ല. നല്ല സന്തോഷമാണ് ഭക്ഷണം കഴിച്ചിട്ട് അല്ലേ? സന്തോഷത്തോടെ പോകണം എല്ലാവരും. റീസണബിൾ പ്രൈസ്. എൻ്റെ അഭിപ്രായം അതേ അഭിപ്രായമാണ്. ഒരു മാറ്റമില്ല. നല്ല ഭക്ഷണം, ചെറിയ എമൗണ്ട്, കുഴപ്പമില്ല. ഓക്കെ, താങ്ക്സ്. ഇന്നത്തെ കാലഘട്ടത്തിൽ 20 രൂപയ്ക്ക് എവിടെ ചോറ് കിട്ടുന്നത്? അതെ, 20 രൂപ ചോറ് കിട്ടും. എല്ലാ ഐറ്റംസും ഉണ്ട്. ഉപ്പേരിയുണ്ട്, അച്ചാറുണ്ട്, സാമ്പാർ, മോര് എല്ലാം ഉണ്ട്. ഇത് പോരെ മനുഷ്യന് ഒരു നേരം ഊണ് കഴിക്കാൻ. നിങ്ങൾ KSRTC വർക്ക് കണ്ടക്ടർ. അപ്പൊ ഡ്യൂട്ടി കഴിഞ്ഞ് ഇങ്ങനെ ഉച്ചയാകുമ്പോൾ നേരെ? അല്ലല്ല, ഡ്യൂട്ടി ഇപ്പൊ സിംഗിൾ ഡ്യൂട്ടി കഴിഞ്ഞു. ഇനി ഇപ്പൊ ഉച്ചയ്ക്ക് വീട്ടിൽ പോകണം. ഊണ് കഴിക്കുന്ന സമയം. അതുമല്ല ഈ കോവിഡ് കാലത്ത് 20 രൂപ കിട്ടുന്ന പറഞ്ഞാൽ നല്ല സൗകര്യമല്ല. തുടങ്ങിയിട്ട് 1 മാസമല്ലായിട്ടുള്ള ഇവിടെ നല്ല ചുടുക്കനെ കിട്ടുന്നുണ്ട്. അതെ. നിങ്ങൾക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ അടുത്തുമാണ്. നല്ല അടിപൊളിയിലാണ്. സെക്യൂരിറ്റിയാണ് മംഗളൂർ. ഇപ്പോൾ ഒരാഴ്ചയായിട്ട് ഇവിടെ പകൽ ഡ്യൂട്ടിക്ക് കഴിക്കാൻ പറ്റില്ല. നൈറ്റ് ഡ്യൂട്ടിക്ക് ഞങ്ങളെ വീട്ടിൽ നിന്ന് കൊണ്ടുവരും ചോറ്. പിന്നെ ഇവിടെ 20 രൂപയ്ക്ക് പറയുമ്പോൾ നമ്മൾ ഒരു ചായയും കടിയും കഴിച്ചാൽ തന്നെ 20-40. രാവിലെ ഇഡ്ഡലി കഴിച്ചു 35-40 റുപ്യായി. ഇപ്പോൾ ചോറ് ഉച്ചയ്ക്ക് നല്ല ഭക്ഷണമാണ്. വലിയ പ്രശ്നമില്ലാണ്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഭക്ഷണം എത്തിയിട്ടുണ്ട്. ഇതാണ് 20 രൂപയുടെ ഊണ്. ഈ ഊണിനൊപ്പം അച്ചാറ്, ദെൻ കൂട്ടൻ, പിന്നെ ഒരു പപ്പടം, ഇതൊക്കെ അഡീഷണലാണ്. ഇത് വന്നിട്ട് ബീഫ് ഫ്രൈ 50 രൂപ. പിന്നെ നമ്മുടെ ഇത് വാളമീൻ പൊരിച്ചത് അത് 30 രൂപ. ചില്ലി ചിക്കൻ അതൊരു 50 രൂപ. അപ്പോൾ നമ്മൾ സാമ്പാർ വെച്ചിട്ട് ഭക്ഷണം കഴിക്കാം. നല്ല തിക്ക് സാമ്പാറാണ്. പിന്നെ നല്ല ചൂട് വെള്ളമുണ്ട്, മോരുണ്ട്. നമുക്ക് ഫുഡ് കഴിക്കാൻ പറയാം. ബീഫ് ഫ്രൈ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ബീഫിൻ്റെ ഗ്രേവി വന്നിട്ട് അടിപൊളിയായിട്ടുണ്ട്. അതുപോലെ നല്ല സ്പൈസി ആയിട്ട് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന അതേപോലെ നല്ലൊരു ടേസ്റ്റി ആയിട്ട് സാധനമുണ്ട്. ഓണിയൻ ഗ്രേവിനൊന്നും ഒരു കുഴപ്പമില്ല, നല്ല പോലെ ഒന്നുണ്ട്. അതുപോലെ നല്ല കഷ്ണങ്ങളാണ്. നമ്മൾ ഉടായ്പ പോലെ കൊഴുപ്പ് എങ്ങനെയൊന്നും ഇട്ടിട്ട് നല്ല പോലെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബീഫിൻ്റെ കഷ്ണങ്ങളാണ്. നല്ല ടേസ്റ്റുണ്ട്. അത് നമുക്ക് വാളമീനിലേക്ക് പോകാം. പിന്നെ മസാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവൽ മസാലയാണ്, അടിപൊളിയാണ്. അടുത്ത് നമുക്ക് ചില്ലി ട്രൈ ചെയ്യാം.
ചില്ലിയും അടിപൊളി പീസ് കേട്ടോ, നല്ല പീസ്, നല്ല മസാലകളും. അപ്പോൾ നമ്മുടെ ഈ പാലക്കാടിലെ കഫേശ്രീ എന്നൊരു മേപ്പറമ്പ് കുടുംബശ്രീയുടെ ഒരു യൂണിറ്റാണ്. ഇവർ അടിപൊളിയായിട്ട് നല്ല ലോ പ്രൈസിൽ നല്ല ഫുഡ്, അതാണ് ഇതിൻ്റെ ഏറ്റവും എടുത്ത് പറയേണ്ടത്. നല്ല ഫുഡ് വളരെ കുറഞ്ഞ രൂപയ്ക്ക് നല്ല പോലെ എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക, അതാണ് ഇവരുടെ മെയിൻ തീം എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇവിടെ വരിക, ഫുഡ് കഴിക്കുക, കഴിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് നമ്മുടെ വീഡിയോയിൽ താഴെ രേഖപ്പെടുത്തുക. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയ്ക്ക് എല്ലാവർക്കും ബൈ ബൈ. ചേച്ചി വരെ ഭക്ഷണമൊക്കെ അടിപൊളിയായിട്ട്, അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്.